ഹായ് ഗൈസ്. മഡൂര തടവിലാക്കി അമേരിക്കൻ സൈനികർ മഡൂരയെ അറസ്റ്റ് ചെയ്തു, നാട്ടിലെത്തിച്ചു. അത് മഡൂര പോലും അറിയാണ്ട് ഒരു രാജ്യത്ത് എന്നിട്ട് ഫസ്റ്റ് ഡേ. ആൻഡ് കമനിയുടെ കാര്യത്തിൽ കമനി കൊല്ലപ്പെട്ടു. കമനിയുടെ പിൻഗാമിയായി വന്ന സുപ്രീം ലീഡർ, ടെമ്പററി സുപ്രീം ലീഡർ, അയാളും കൊല്ലപ്പെട്ടു. അതിനുശേഷം കമനിയുടെ മകൻ വന്നിട്ടുണ്ടായിരുന്നു. മകൻ ഇപ്പോ പരിക്കേറ്റു, ഗുരുതരാവസ്ഥയിലാന്ന് പറയുന്നത്. അപ്പോ അമേരിക്ക എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓയിൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മീഡിയാസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് പല മീഡിയകളും കൊടുക്കുന്ന അളവില്ലാതെ പശ്ചിമേഷ്യൻ സംഘർഷം, ഇറാന്റെ ആകാശത്തും കടലിലും ആക്രമണം തുടരുന്നു, അബുദാബിയിൽ വൻ തീപിടുത്തം, ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പ്. കോമഡിയ. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ. അത് നടത്തിയെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അവർ പറയണ്ടല്ലോ. മള്ളാർ സാറ്റലൈറ്റുകൾ, വീഡിയോസും ന്യൂസ് ചാനൽസും ഇന്റർനാഷണൽ മീഡിയാസും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. തൊട്ടാൽ പൊട്ടിത്തെറി. US ഇസ്രയേലും ഭയക്കുന്ന ഇറാൻ ഡ്രോണുകൾ. ഭയങ്കരമായിപ്പോയി. ഏറ്റവും വലിയ കോമഡി ഇതാണ്. ഇതെല്ലാം മലയാളി ചാനലുകൾ. ഇതിപ്പോ കുറെ ഉണ്ട്. US മരണസംഖ്യ 6, ബഹ്റിൻ UAE മരണസംഖ്യ 6, ബഹ്റിൻ വ്യോമാക്രമണം, ഒരാൾ കൊല്ലപ്പെട്ടു. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളം മീഡിയ ചാനൽ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എല്ലാം ഒരു വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇറാനെ പേടിച്ചിട്ട് അമേരിക്കയോ ഇസ്രയേലോ ഇറാനെ 10%, 0.0001% പോലും പേടിക്കുന്നില്ല. അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ഇതിന്റെ അകത്ത് ഇറാൻ പേടിച്ചു എന്ന് പറയുന്നത്. അമേരിക്ക ഒരു യുദ്ധം തുടങ്ങി സദാം ഹുസൈനെല്ലാം പിടിക്കാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു 3-4 months എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഡേ തന്നെ അവരുടെ സുപ്രീം ലീഡറെ കൊന്നു. അത് സെക്കൻഡ് ഓ തേർഡ് ഡേ അവരുടെ നെക്സ്റ്റ് വന്ന് സക്സസറെ കൊന്നു. ഇപ്പൊ തേർഡ് ഡേ, ഒരു 1 week ആയിട്ടില്ല, ഇപ്പൊ 3ാമത്തെ ആക്കും പരിക്കേറ്റ്. അപ്പൊ അവരുടെ ഓൾമോസ്റ്റ് ഇറാന്റെ മുൻനിരയിലുള്ള എല്ലാ മിലിറ്ററി ജനറൽസും മരിച്ചു. എന്നിട്ട് പറയുന്നത് പിന്നെ ഇറാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് അമേരിക്കക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരു റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങള് ഇറാൻ ഗവൺമെന്റിനെ എതിർക്കുന്ന ഒരു ജനങ്ങൾ, അമേരിക്ക അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ GDP $30 trillion. ഇവരെ GDP എന്ന് പറഞ്ഞാൽ ഇറാന്റെ GDP എന്ന് പറഞ്ഞാൽ $500 billion എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 80 times അമേരിക്ക പവർഫുൾ ആണ്, റിച്ചറാണ്. അത് കൂടാതെ അമേരിക്കയുടെ സൈനിക ബജറ്റ് എന്ന് പറഞ്ഞാൽ $1 trillion ആണ്. നിയർലി 900 billion ആണ്. ലൈക്ക് $1 trillion നമുക്ക് കണക്കാക്കാം. ഇറാന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ GDP-നെക്കാട്ടും 2 ഇരട്ടിയാണ് അമേരിക്കയുടെ സൈനിക ബജറ്റ് മാത്രം. പിന്നെ അത് മാത്രമല്ല, അമേരിക്കയുടെ സൈനിക ബജറ്റ് $1 trillion, ഇറാന്റെ സൈനിക ബജറ്റ് വരുന്നത് ആകെ $9 billion സംതിങ് എത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100 times, 100 പറയാൻ പറ്റില്ല, അതിനേക്കാട്ടും മുകളിലാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന്. പിന്നെ അമേരിക്കൻ്റെ അടുത്ത് ഓൾ കൈൻഡ് ഓഫ് അൾട്രാ മോഡേൺ വെപ്പൺസ് ഉണ്ട്. ഇവരുടെ എപ്പോഴും നിരീക്ഷിക്കാൻ സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇറാൻ പിന്നെ ഇങ്ങനെയാണ് അമേരിക്ക ആക്രമിക്കുക. ഓക്കെ, അമേരിക്കക്ക് കുറച്ച് കാഷ്വാലിറ്റീസ് സംഭവിക്കും, അത് സത്യമാണ്. അതല്ലാതെ അമേരിക്കേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയാസ്, നാട്ടിലുള്ള കേരള മീഡിയാസ്, ഇത് നാട്ടിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇറാൻ രക്ഷപ്പെടണം. എനിക്കും പേഴ്സണലി ഇറാനോട് ആക്രമിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല, യുദ്ധത്തിനോട് താല്പര്യമില്ല. ബട്ട് ഇതിപ്പോ ഈ മീഡിയ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയണം, 2 മുട്ടനാടുകൾ കൂട്ടി കുടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ഒരു സ്വഭാവമില്ല. അതാണ് നമ്മൾ മീഡിയ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഇറാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ഇറാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു ഇത്ര ദിവസമായിട്ട് 7 ദിവസമായി അവരെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇതുവരെ ഒരു ഇല എടുത്തിട്ട് വെക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അടുത്ത ബോംബും ഇതും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അമേരിക്കൻ്റെ അടുത്തുള്ള വെപ്പൺ ഇറാൻ മൊത്തം തകർത്ത് കഴിഞ്ഞാൽ തീവില്ല. അവരുടെ അടുത്ത് അത്രയും ന്യൂക്ലിയർ വെപ്പൺസും ഉണ്ട്. നാളെ പോയി 2 ന്യൂക്ലിയർ വെപ്പൺസ് ഇട്ടാണ് ആര് ചോദിക്കാനാണ്? ഇന്ത്യ ചോദിക്കുമോ? റഷ്യ ചോദിക്കുമോ? ചൈന ചോദിക്കുമോ? ഓരോരുത്തരും ചോദിക്കൂല. യുഎന് പോയിട്ട് മറ്റേ എന്തെങ്കിലും എല്ലാം പറയൂ. യുഎന് പോയിട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു അർജന്റ് മീറ്റിംഗ് സ്റ്റോപ്പിംഗ് അതെന്നെല്ലാം പറഞ്ഞിട്ട് അമേരിക്കക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തു. അമേരിക്ക അത് വീറ്റോ ചെയ്യും. ഇതാണ് UN എന്ന് പറഞ്ഞ ഒരു ഡമ്മി പാവ മാത്രമാണ്. അമേരിക്ക നിക്കടാന്ന് പറയാൻ നിൽക്കാനും, ഇരിക്കടാന്ന് പറയാൻ ഇരിക്കാനും നടക്കുന്നൊരു വാലാട്ടി പട്ടി. അതിൽ കൂടുതലൊന്നും UN ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം ഒരിക്കലും നമ്മളെ വിചാരിക്കും പോലെ ഇറാനെതിരെയോ, ഇതൊരു ബാക്ക് ആൻഡ് സ്റ്റോറി ഇതിനുണ്ട്. ലോകത്തില് ഇപ്പൊ റഷ്യയുടെ അടുത്ത് നല്ല വൻ ഇതുണ്ട്, ഗ്യാസ്. അമേരിക്കന്റെ അടുത്തുണ്ട് ഓയിൽ ശേഖരമുണ്ട്. അപ്പോ
അമേരിക്ക ഇപ്പോൾ ഡോമിനന്റ് ആണ് ഓയിൽ ശേഖരത്തിൽ. കാരണം GCC കൺട്രീസ് മൊത്തം അമേരിക്കയുടെ വാലാട്ടിപ്പട്ടികളാണ്. അപ്പോൾ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസ് മൊത്തം അമേരിക്ക ത്രൂ ആണ് സെല് ചെയ്യുന്നത് ഗ്ലോബലി. അപ്പൊ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസർ നമ്മൾ വിചാരിക്കും പോലെ സൗദി അറേബ്യയോ അതല്ലാതെ അമേരിക്കയോ ഇറാനോ ഇറാഖോ ഒന്നുമല്ല, വെനസുലയാണ്. അപ്പോൾ വെനസുലയെ മഡൂറയെ പിടിച്ചു കെട്ടി വെനസുലയെ അവരുടെ പാവ ഗവൺമെന്റിൽ അവിടെ ഒരു ഡമ്മി ഗവൺമെന്റിനെ ഉണ്ടാക്കി വെനസുലൻ ഓയിൽ അത് 303 ബില്യൺ ബാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം സൗദി അറേബ്യയാണ്. അവരെക്കാട്ടും 100 ബില്യൺ ബാരൽ കൂടുതലുള്ള രാജ്യമാണ് വെനസുലൻ ഓയിൽ മൊത്തം അവര് സ്വന്തമാക്കി. ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് ടോപ്പ് കൺട്രി ലാർജസ്റ്റ് കൺട്രീസ് ആണ്. ഓയിൽ റിസർവ്സ് ഉള്ള ടോപ്പ് ലാർജസ്റ്റ് കൺട്രീസ് ആണ്. അത് വെനസുല 303 ബില്യൺ ബാരൽ, സൗദി അറേബ്യ 267 ബാരൽസ്, ഇറാൻ 208, കാനഡ 170, ഇറാഖ് 145, റഷ്യ 108, കുവൈറ്റ് 101, യുണൈറ്റഡ് അറബ് UAE 98, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 69, അവർക്ക് പറ്റിയ പേരാണ്, ലിബിയ 48. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെനസുല അവർ കൺട്രോളിലെടുത്തു, സൗദി അറേബ്യ അവരുടെ പാവകളാണ്, ഇറാൻ ഇപ്പോൾ അവർ കൺട്രോളിലെടുക്കാൻ നോക്കുന്നു, കാനഡ അവരുടെ ഇതാണ് എന്താ പറയണ്ടേ ഫ്രണ്ട്ലി നേഷനാണ്, ഫ്രീ ഓഫ് മൂവ്മെന്റ് ഉള്ള നേഷനാണ്. പക്ഷെ അവർക്ക് കാനഡയുടെ അടുത്ത് അങ്ങനെ എടുക്കാൻ പറ്റില്ല, പിടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് അവർക്ക് അമേരിക്കക്ക് ശക്തിയുണ്ട് ആ ഓയിലിൻ്റെ അകത്ത്. പിന്നെ വരുന്ന ഇറാഖ്, ഓൾറെഡി അവിടെ ഇറാഖിൽ അമേരിക്കൻ ഗവൺമെന്റ് പിന്മാറിയെങ്കിലും അവിടുത്തെ ഓയിൽ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് US ബേസ്ഡ് കമ്പനീസ് ആണ്. പിന്നെ ഉള്ളത് റഷ്യന്റെ അടുത്ത് മാത്രമാണ് അവർക്ക് കിട്ടാത്തത്. കാരണം റഷ്യ ഈസ് പവർഫുൾ സെയിം ആസ് അമേരിക്ക വിത്ത് ന്യൂക്ലിയർ പവേഴ്സ് ആൻഡ് ദ മിസൈൽ സിസ്റ്റം, ലാൻഡ് ആർമി ആൻഡ് നേവൽ എയർഫോഴ്സും പറയാൻ പറ്റില്ല. ബട്ട് റഷ്യ ഹാസ് എ ഗുഡ് സബ്മറീൻ. പിന്നെ ഉള്ളത് കുവൈത്തും അമേരിക്കന്റെ കൺട്രോളിലാണുള്ളത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അമേരിക്കന്റെ കയ്യിലാണുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 69, ലിബിയയിൽ ഗദ്ദാഫിനെ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം ലിബിയയിൽ ഓയിൽ മൊത്തം അമേരിക്കൻ കമ്പനീസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് ആകെ റഷ്യയോ കാനഡയും മാത്രമേ അമേരിക്കക്ക് അനുകൂലമല്ലാണ്ടുള്ളൂ. കാനഡ അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. റഷ്യൻ ഓയിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് അമേരിക്ക ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ മേടിക്കാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കൺട്രീസും ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലായി. ഇപ്പോൾ ഇറാൻ ഉൾപ്പെടെ, ഇറാൻ ഇപ്പോൾ ഓയിൽ വരുന്നില്ല, ഇപ്പൊ ഇറാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇപ്പൊ ഈ ഒരു യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ ഇവിടെ എന്താ പറയണ്ടേ ഇറാനിലെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇറാനിലെ മറ്റേ പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവിടുത്തെ ഓയിൽ അമേരിക്കയുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും പാരലലി ഇപ്പൊ അമേരിക്ക ഒരു രാജ്യത്തിന് എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം ഇറാന്റെ അടുത്തുനിന്നോ റഷ്യന്റെ അടുത്തുനിന്നോ ഓയിൽ മേടിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അമേരിക്കയുടെ വാക്കിന് വിലയുണ്ടാവില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളി, ഇപ്പൊ അമേരിക്ക പറയുന്നത് മാത്രമേ നടക്കൂ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ്. അതിനു വേണ്ടിയിട്ട് അവർക്ക് ഇപ്പൊ ഇറാൻ ഇപ്പൊ 3 ആഴ്ച ഒരു 3 വീക്സ് കൊണ്ട് അവരുടെ എല്ലാ ഡിഫൻസ് സിസ്റ്റം അമേരിക്ക തകർക്കും. ഒരു 1 or 2 months കൊണ്ട് അവരുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർക്കും. അവരുടെ ഒരിക്കലും അമേരിക്ക കീഴടക്കാൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡീസ്റ്റബിലൈസ് ആക്കി ആ രാജ്യം ഒരു കുട്ടിച്ചോറാക്കി ഒരു വ്യവസ്ഥയില്ലാണ്ടാക്കിയിട്ട് അമേരിക്ക പിന്മാറും. ഓയിൽ കമ്പനീസിന് മാത്രം പ്രൊട്ടക്ഷൻ കൊടുത്ത് ഓയിൽ മൊത്തം ഊറ്റിയെടുത്ത് അമേരിക്ക പിന്മാറും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ലാണ്ട് നമ്മളെ മലയാളം മീഡിയാസ് പറയുന്നത് പോലെ ഇവിടെ യുദ്ധവും അമേരിക്കക്കെതിരെ നടക്കുവോ അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. ഇറ്റ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. അതൊരിക്കലും നടക്കാത്തത് കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ നടക്കുന്നത് ഈ അമേരിക്കനെ തടയാനോ ഇതാക്കാനോ ഒന്നും പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയുന്നില്ല മോഡി അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ സംഭവിക്കുക? ഇന്ത്യക്കെതിരെ അമേരിക്കക്ക് ശത്രുത വരും. അമേരിക്കയിലേക്ക് ഒരുപാട് കമ്പനീസ്, കോൾ സെന്റേഴ്സ്, IT അങ്ങനത്തെ എല്ലാം ഒരുപാട് ഇന്ത്യ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ദശലക്ഷത്തിന് മില്യൺസ് എന്ന് പറയുമ്പോൾ മില്യൺസ് ഓഫ് ജോബ്സ് അമേരിക്ക കാരണം ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം റിഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യ നിങ്ങൾക്ക് ഇറാനെ പോലത്തെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഇത്രയും ലക്ഷം ജോബും എക്സ്പോർട്ട് വഴി ഇന്ത്യക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, ഇമ്പോർട്ട് വഴി ടാക്സ് വഴി ഇന്ത്യക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഇല്ലാണ്ടാക്കണം.
അമേരിക്കൻ സഖ്യകക്ഷികളും അത്രയും പൈസയുള്ള രാജ്യങ്ങളാണ്. അതല്ലാതെ ഇറാനെ പോലെ എന്താ പറയുക അഷ്ടിക്ക് വകയില്ലാത്തൊരു രാജ്യമല്ല. അപ്പൊ ഇന്ത്യന്റെ ഇതാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ഇറാന് ഇന്ത്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെങ്കിൽ ടെക്നിക്കലി അല്ലെങ്കിൽ ഫോമലി ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ തീർന്ന്. ഇന്ത്യക്ക് പിന്നെ ഒരു നിലനിൽപ്പില്ല. നിങ്ങൾ ആരും ഇപ്പോ നമുക്കെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയാൻ മാത്രമേ പറ്റൂ. ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ 1 ബില്യൺ ആൾക്കാരുടെ ആഗ്രഹങ്ങളും ഇതും നശിപ്പിക്കുന്നതാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആത്മഹത്യാപരം എന്ന് മാത്രമേ ഞാൻ പറയും. അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അടുത്താണ് ഇപ്പോൾ എല്ലാ കൺട്രോളും ഉള്ളത്. ഓയിലേ കിട്ടില്ല. പിന്നെ നിങ്ങൾ പറയും ഓയിലിന് വില കൂടുന്നു. ഓയിലേ കിട്ടില്ല. ഓയിലിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇരട്ടി 5 ഇരട്ടി എല്ലാം കുട്ടിയിട്ട് അമേരിക്ക വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രിക്സ് എന്ന് പറഞ്ഞ 5 രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കാണ്ട് അല്ലെ ഒരുമിച്ചൊരു സൈനിക ശക്തി ഉണ്ടാക്കാതെ അൺലെസ് ഈ ഒരു പ്രശ്നം തീരില്ല. ഇത് ഇങ്ങനെ മൊണോപ്പൊളി ആയിട്ട് തന്നെ പോകും. അല്ലെങ്കിൽ നാളെ ചൈന വന്നു കഴിഞ്ഞാൽ ചൈന ഇതിനെക്കാട്ടും വലിയ പ്രശ്നക്കാരായിരിക്കും. അത് വേറെ കാര്യം. ദേ ആർ ഓൾറെഡി ഡൂയിങ് ഇറ്റ് ഇൻ ആഫ്രിക്ക. അവർ ഇതിനെക്കാട്ടും വലിയ പ്രശ്നക്കാരായിരിക്കും. സോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.